ഗുരുവായൂർ തിരുനാവായ റെയിൽപാതയുടെ മരവിപ്പിക്കൽ നീക്കി റെയിൽവേ ഉത്തരവിറങ്ങിയ സാഹചര്യത്തിൽ സ്ഥലമെടുപ്പ് വേഗത്തിലാക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് എൻ.കെ. അക്ബർ എം.എൽ.എ. നിയമസഭയിൽ സബ്മിഷനിൽ ആവശ്യപ്പെട്ടു. മരവിപ്പിക്കൽ നീക്കണമെന്നാവശ്യപ്പെട്ട് 2023 സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിരുന്നതാണ്. എന്നാൽ മറ്റെല്ലാ കാര്യങ്ങളും പോലെ കേന്ദ്ര സർക്കാർ ഇതും വൈകിപ്പിക്കുകയാണുണ്ടായത്. 3 വർഷങ്ങൾക്കിപ്പുറം മാത്രമാണ് മരവിപ്പിക്കൽ നീക്കിയത്. ഈ പാതയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ ബോധപൂർവം കാലതാമസം ഉണ്ടാക്കിയതിന്റെ തെളിവാണിത്. തന്റെ ഇടപെടൽ മൂലമാണ് മരവിപ്പ് നീക്കിയത് എന്ന് അവകാശപ്പെടുന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ കാലതാമസത്തിന് മറുപടി നൽകണമെന്നും എം.എൽ.എ. പറഞ്ഞു. 2023 സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് കത്ത് നൽകിയിരുന്നതാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ മറ്റെല്ലാ കാര്യങ്ങളും എന്നതുപോലെ ആ നടപടികൾ വൈകിപ്പിക്കുകയാണുണ്ടായത്. ഇപ്പോൾ 3 വർഷങ്ങൾക്കിപ്പുറം മാത്രമാണ് ഡീഫ്രീസിംഗ് മാറ്റാൻ തയ്യാറായത് എന്നത് ഈ പാതയുടെ വികസനത്തിന് കാലതാമസം കേന്ദ്ര സർക്കാർ ബോധപൂർവം ഉണ്ടാക്കിയതിന്റെ തെളിവാണ്. ഇപ്പോൾ ഉണ്ടായ ഡീഫ്രീസിംഗ് നടപടി തന്റെ ഇടപെടൽ മൂലമാണ് എന്ന് അവകാശപ്പെടുന്ന കേന്ദ്രമന്ത്രിയും തൃശൂർ എം.പിയുമായ ശ്രീ സുരേഷ് ഗോപി ബോധപൂർവമായി കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ ഈ കാലതാമസത്തിന് മറുപടി പറയാൻ കൂടി തയ്യാറാകേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ബദൽ പാത ആകേണ്ടിയിരുന്ന പദ്ധതിയാണ് എങ്ങും എത്താതെ നിർത്തപ്പെട്ടു പോയത്. എന്തുതന്നെയായാലും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഡീഫ്രീസിംഗ് നടപടി ഉണ്ടായ വാർത്തകൾ വരുന്ന ഈ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നും സംസ്ഥാന സർക്കാർ ഗുരുവായൂർ തിരുനാവായ പാത യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി സ്വീകരിക്കുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്നും ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ്. പാതയുടെ മരവിപ്പിക്കൽ നീക്കാൻ എൻ.കെ. അക്ബർ എം.എൽ.എ. 2022 ഒക്ടോബർ 1 നൽകിയ കത്ത് സംസ്ഥാന സർക്കാർ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് അയച്ചിരുന്നതായി റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി. അബ്ദുറഹ്മാൻ മറുപടി നൽകി. ഇക്കാര്യത്തിൽ നിരവധി കത്തുകൾ അയക്കുകയും റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. മരവിപ്പിച്ചത് റദ്ദാക്കിയ ഔദ്യോഗിക അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ല. അത് ലഭ്യമായാൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അലൈൻമെന്റ് നിശ്ചയിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ഡീഫ്രീസിംഗ് ചെയ്തുകൊണ്ടുള്ള കത്ത് കേന്ദ്ര റെയിൽവേ ബോർഡിന് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അത് ഔദ്യോഗികമായി നമ്മുടെ സർക്കാരിന് നമ്മുടെ ഫയലുകൾ എത്തിയിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി ആ കത്തിൻ്റെ കോപ്പി ഇപ്പോൾ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ അലൈൻമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ റെയിൽവേയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിൽ വരുന്ന ഏത് റെയിൽവേ പദ്ധതികളും അത് ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണമായുള്ള സഹകരണം നമ്മൾ റെയിൽവേക്ക് ഉറപ്പു നൽകി. ബജറ്റ് മറുപടി പ്രസംഗത്തിലെ അനുബന്ധ പ്രഖ്യാപനത്തിൽ ഗുരുവായൂർ മണ്ഡലത്തിലെ ഗുരുവായൂർ കോട്ടപ്പടി തമ്പുരാൻപടി റോഡിന് 2 കോടി രൂപ അനുവദിച്ചതായും എം.എൽ.എ. അറിയിച്ചു.